ഹലോ ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയാലോ? ഓക്കെ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, ഈ പറയുന്ന PSC എക്സാമിനേഷൻസിന് അത്യാവശ്യം ചോദിച്ച ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്നറിയപ്പെടുന്ന ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിനകത്തു നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ ആഴ്ചയിൽ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. MCQ ഫോംസിലാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? നമ്മൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടന്ന വേദി ഏതാണെന്നുള്ളതാണ്. അല്ലേ, പറയുന്ന രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടന്ന വേദി എന്നല്ല, നടക്കുന്ന വേദി ഏതാണെന്നുള്ളതാണ്. അല്ലേ, ഈ പറയുന്ന രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടക്കുന്ന വേദി ഏതാണെന്നുള്ളതാണ്. ഗോവ, പുതുച്ചേരി, ദാമൻ ദിയു, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നുള്ളതാണ് ഓപ്ഷൻസ്. അല്ലേ, രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടക്കുന്ന വേദി ഏതാണെന്നുള്ളതായിരുന്നു. ഗോവ, പുതുച്ചേരി, ദാമൻ ദിയു, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഏതായിരിക്കാം? ദാമൻ ദിയു ആണ്. അല്ലേ, ദാമൻ ദിയു ആണ്. ഇത് രണ്ടാമത്തെ വട്ടമാണ് ദാമൻ ദിയുവിൽ വെച്ചിട്ട് ഈ പറയുന്ന ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്കറിയാം, ഈ ഖേലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഖേലോ ഇന്ത്യ വാട്ടർ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, അല്ലേ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, അല്ലേ, അത്തരത്തിൽ ഒരുപാട് ഈ പറയുന്ന ഖേലോ ഇന്ത്യ ഗെയിംസ് ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ്, പഠിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. അല്ലേ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടക്കുന്ന വേദി അത് ദാമൻ ദിയു ആണ്. പിന്നെ മസ്കറ്റ് എന്ന് പറയുന്നത് പേൾ എന്നറിയപ്പെടുന്ന ഡോൾഫിൻ ആണ്. അല്ലെ, പേൾ എന്ന് പറയുന്ന ഡോൾഫിനാണ് എൻ്റെ മസ്കറ്റ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പം രണ്ടാമത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടക്കുന്ന വേദി ഏതാന്ന് ചോദിച്ചാൽ അത് ദാമൻ ആൻഡ് ദിയു ആണ്. അല്ലേ, ദാമൻ ആൻഡ് ദിയു ആണ്. അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത എന്താണ്? റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. അല്ലേ, റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, 4-ാം സ്ഥാനം, അല്ലെ 4 സ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം റെയർ എർത്ത് ശേഖരത്തില്, കരുതൽ ശേഖരത്തില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? 3-ാം സ്ഥാനമാണ് കേട്ടോ. 3-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ആ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അത് 3-ാം സ്ഥാനത്താണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ 1ഉം 2ഉം ആരാണെന്നുള്ള ചോദ്യം വരാം. 1ഉം 2ഉം എന്ന് പറയുന്നത് ചൈനയും ബ്രസീലുമാണ്. 1ഉം 2 സ്ഥാനങ്ങളിൽ ഒന്ന് ചൈനയും മറ്റൊന്ന് ബ്രസീലുമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഒന്നാമത് ചൈന, രണ്ടാമത് എന്താണ്? ബ്രസീൽ. അപ്പോൾ ഖേലോ ഇന്ത്യ റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഈ പറയുന്ന ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്താണ്. ഒന്നാമത് ചൈനയാണ്, രണ്ടാമത് ബ്രസീലാണ്. ഓക്കെ, അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം 6.9 മില്യൺ ടൺ ശേഖരം ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ പകുതി പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കുഴിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മോണോസൈറ്റ് എന്നറിയപ്പെടുന്ന രീതിയിലാണ്. മോണോസൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു മിനറലാണ് നമ്മൾ കാണപ്പെടുന്നത്. അതാണ് ഈ പറയുന്ന തോറിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. അല്ലേ, ഈ പറയുന്ന മോണോസൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ കോസ്റ്റിലാണ്. കോസ്റ്റൽ റീജിയൻസ് ആയിട്ടുള്ള ഒഡീഷ, ആന്ധ്ര, കേരള, തമിഴ്നാട് എന്നിവ പ്രദേശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് കാണപ്പെടുന്നത് കേരളത്തിലാണ്. കേരള തീരത്താണ്. കൊല്ലം, കരുനാഗപ്പള്ളി സ്ഥലങ്ങളിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഇതൊക്കെ എന്താണ് മൈൻ ചെയ്തെടുക്കുന്നത് IRE എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന സർക്കാർ കമ്പനിയാണ്. സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയാണ്. അല്ലേ, സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, ഇപ്പോൾ ഇന്ത്യയുടെ ലോകത്തിന് തന്നെ 6 മുതൽ 7% വരുന്ന ഈ റെയർ എർത്തുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 6 മുതൽ 7% വരെ കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ അതിൻ്റെ അത്ര പോലും തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഖനനം ചെയ്തെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഓക്കെ, അപ്പം റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3-ാം സ്ഥാനമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. മോണോസൈറ്റാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. തോറിയം അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. നമ്മൾ തോറിയം അങ്ങനെ ഖനനം ചെയ്തെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ പറയുന്ന ടൈറ്റാനിയം പോലുള്ള മിനറലുകൾ നമ്മൾ ഈ പറയുന്ന കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന KMML, കൊല്ലത്തെ KMML എന്ത് ചെയ്യുന്നുണ്ട്, അത് ഖനനം ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? അടുത്ത് നോക്കിയാലോ? അടുത്ത എന്താണ്? ഗോവയിൽ പുതുതായി നിലവിൽ വരുന്ന ജില്ലയുടെ പേര് എന്താണെന്നുള്ളതായിരുന്നു. അല്ലേ, ഗോവയിൽ പുതുതായിട്ട് നിലവിൽ വരുന്ന ജില്ലയുടെ പേര് എന്താണെന്നുള്ളതായിരുന്നു. അട്ടൽ, കുശാവതി, മന്ദോവി, സൽസെറ്റ് എന്നുള്ളതാണ്. അല്ലേ, അട്ടൽ, കുശാവതി, മന്ദോവി, സൽസെറ്റ് എന്നുള്ളതാണ്.
ഏതായിരിക്കാം വരുന്നത്? ഗോവയിൽ പുതുതായി നിലവിൽ വരുന്ന ജില്ലയുടെ പേര് ഏതായിരിക്കാം? അടലല്ലെന്നറിയാം. ഏതാണത്? ആ കുശാവതിയാണ് അല്ലേ? ഏതാണത്? കുശാവതിയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കാം. ഇതിന് ആദ്യം നൽകാറുന്ന പേര് അടലെന്നായിരുന്നു. ആദ്യം അടൽ എന്നുള്ള പേരാണ് എന്ത് ചെയ്യുന്നത് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എന്തിലേക്ക് മാറുകയായിരുന്നു? പിൽക്കാലത്ത് കുശാവതിയിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾക്കറിയാം 1961 ലിബറേഷൻ ഓഫ് ഗോവ നടക്കുന്നത് അല്ലെ? ഗോവ വിമോചനം ആരുടെ കയ്യിൽ നിന്ന്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് അല്ലേ? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഗോവ ലിബറേറ്റ് ആവുന്നത് 1961 ഈ പറയുന്ന എന്താണ് 1498 വന്നിട്ടുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ 1961 വരെ നിൽക്കുന്ന നീണ്ട ഒരു കാലഘട്ടം ഇന്ത്യ ഭരിച്ചു പോന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അല്ലേ? ഈ പറയുന്ന ഗോവ അങ്ങനെ വിട്ടു തന്നിട്ടില്ലായിരുന്നു. 61 ഈ പറഞ്ഞ ഗോവ ലിബറേഷൻ അല്ലേ? ഓപ്പറേഷൻ വിജയ് നടത്തിയത് കൊണ്ടാണ് ഈ പറയുന്ന ഗോവ നമ്മുടെ കയ്യിലിരിക്കുന്നത്. കുശാവതി കൂടെ ചേരുമ്പോൾ പ്രധാനമായിട്ടും 3 ഡിസ്ട്രിക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഗോവയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ക്യൂപ്പേ ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്യൂപ്പേമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ക്യൂപ്പേമാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്. പനാജി തന്നെ ആയിരിക്കും ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എപ്പോഴും എന്താണ് ആയിരിക്കും? പനാജി തന്നെ ആയിരിക്കും. അവിടെ ക്യാപിറ്റൽ എപ്പോഴും എന്താണ്? പനാജി തന്നെയാണ്. ക്യാപിറ്റലിന് വ്യത്യാസമൊന്നുമില്ല. ഗോവയിൽ പുതുതായി നിലവിൽ നിന്ന് ജില്ല എന്ന് പറയുന്നത് കുശാവതിയാണെന്ന് ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത എന്താണ്? മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്റ്റ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണെന്നുള്ളതാണ് അല്ലേ? മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്റ്റ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം പ്രോജക്റ്റ് ഏതാണ് അല്ലേ? ഏതാണത്? കൊച്ചി, മുണ്ട്ര, വിഴിഞ്ഞം, കണ്ട്ല അല്ലേ? കൊച്ചി, മുണ്ട്ര, വിഴിഞ്ഞം, കണ്ട്ല. ഏതായിരിക്കും? വിഴിഞ്ഞമാണ് അല്ലേ? നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ? വിഴിഞ്ഞം പോർട്ടാണ് 2025 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന അല്ലേ? പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന നമ്മുടെ നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ട് എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ? ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത് എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞത്തിന് മറ്റു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് പ്രത്യേകത? ഈ പറയുന്ന സ്വാഭാവിക ആഴം കൂടിയ അല്ലേ? സ്വാഭാവിക ആഴം കൂടിയ ഒരു പോർട്ടും കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വാഭാവിക ആഴമുള്ള ഒരു പോർട്ടും കൂടിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് അല്ലേ? പണ്ട് മുതലേ 1000 രാജവംശ സമയം മുതലേ കണ്ടുവരുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉള്ള റോമാക്കാരുമായിട്ടും ഗ്രീസുകാരുമായിട്ടും ചൈനക്കാരുമായിട്ടും അറബികളുമായിട്ടും ഇന്തോനേഷ്യയായിട്ടും എംപയറുമായിട്ടും മിഡിൽ ഈസ്റ്റുമായിട്ടും അല്ലെ ഈജിപ്റ്റും ആയിട്ടൊക്കെ ഒരുപാട് ട്രേഡ് ബന്ധമുണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു വിഴിഞ്ഞം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? ഈ പറയുന്ന സ്വാഭാവിക ആഴം കൂടിയ ഏറ്റവും വലിയൊരു തുറമുഖമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ കേരളത്തെ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ തിരുവനന്തപുരത്താണ്. ശരിയല്ലേ? ആണല്ലോ. അപ്പം മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിലെ 2025 നാഷണൽ പ്രോജക്റ്റ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം അത് വിഴിഞ്ഞം തുറമുഖമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുണ്ടായിരുന്ന ട്വിറ്ററിലൂടെ തത്സമയ വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ട് ഏതാണെന്നുള്ളതാണ് അല്ലേ? ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് എന്നറിയപ്പെടുന്ന ട്വിറ്റർ അല്ലേ? ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ട്വിറ്റർ അല്ലേ? തത്സമയ വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ട് ഏതാണെന്നുള്ളതാണ്. AI ചാറ്റ് ബോട്ട് ഏതായിരിക്കാം? AI ചാറ്റ് ബോട്ട് ChatGPT, ബ്രാഡ് AI, ക്ലോഡ് AI, ഗ്രോക്ക് AI ഏതായിരിക്കാം? ഇലോൺ മസ്കിന്റെ ആണ്. ഇലോൺ മസ്ക് എന്ന് പറയുമ്പോൾ ഏത് ഓർത്താൽ മതി? ഗ്രോക്ക് AI ഓർത്താൽ മതി അല്ലേ? ഇതാണത് ഗ്രോക്ക് AI ഓർത്താൽ മാത്രം മതി അല്ലേ? ഗ്രോക്ക് AI. ഈ ഗ്രോക്ക് AI പറയുന്ന രീതിയിൽ നമ്മുടെ തുർക്കി എന്ത് ചെയ്തിരുന്നു? ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ പറയുന്ന രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇവർ ഉത്തരങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സർക്കാസത്തോട് കൂടി തന്നെ ആയിരിക്കും ഉത്തരങ്ങൾ നൽകുന്നത്. വളരെ വ്യക്തമായ രീതിയിൽ ഇച്ചിരിയും കൂടെ ഹ്യൂമൈൻ നേച്ചറുള്ള രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് AI എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിലൂടെ തത്സമയ വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയുന്ന ചാറ്റ് ബോട്ട് ഏതാണത്? AI ചാറ്റ് ബോട്ട് അത് ഗ്രോക്ക് AI ആണ്. ഗ്രോക്ക് നിങ്ങൾക്കറിയാം ഇങ്ങനെ വട്ടോക്കനെ വന്ന് പോകുന്ന ഗ്രോക്ക് AI ആണ്
ഓക്കെ, ഗ്രോക്ക് ആണ്, ഇലോൺ മസ്കിന്റെ ആണ്. ഈ ട്വിറ്ററും ടെസ്ലയും സ്പേസ് എക്സും അല്ല ഈ പറയുന്ന എല്ലാ ആരെയാണ് ഇപ്പം ഇത് ഈ പറയുന്ന നമ്മുടെ ഇലോൺ മസ്കിന്റെ കമ്പനിയാണെന്നുള്ളതാണ് അല്ലേ, ഗ്രോക്ക് എ ആണ്. ഇതിന് ഉത്തരം ഗ്രോക്ക് എ ആണ് കേട്ടോ, ഇതിന്റെ ഉത്തരം ഗ്രോക്ക് എ ആണ്. ഗ്രോക്ക് എ ഐ. ഓക്കെ, അടുത്ത് നോക്കാം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണെന്നുള്ളതാണ് അല്ലേ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണെന്നുള്ളതായിരുന്നു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ. ഏതായിരിക്കാം? നിങ്ങൾ അതിന് ഉത്തരം പറയാം. ഏതായിരിക്കാം? എറണാകുളമാണ് അല്ലേ, ഇതാണത് എറണാകുളമാണ്. ഓക്കെ, എറണാകുളമാണ്. നിങ്ങൾക്കറിയാം അതിൻ്റെ ഏകദേശം ഈ മുഴുവൻ സ്റ്റാർട്ടപ്പുകളുടെ 33% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മുഴുവൻ സ്റ്റാർട്ടപ്പുകൾ ടോട്ടൽ സ്റ്റാർട്ടപ്സിൻ്റെ 33% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് IT മേഖലയാണ് കേട്ടോ, IT മേഖല. അതേപോലെ തന്നെ ബാക്കി 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരോഗ്യം എന്നറിയപ്പെടുന്ന ഹെൽത്തും എഡ്യൂക്കേഷൻ സെക്ടറും കൂടിയാണ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ആണ് ബാക്കി 20% എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബാക്കി മാത്രമേ ബാക്കിയുള്ള മേഖലകൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ ആയാലും ഈ പറയുന്ന രീതിയിൽ ഫുഡ് മറ്റ് സംവിധാനങ്ങളായാലും എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. അതേപോലെ തന്നെ അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജില്ലയായിട്ട് അല്ലെ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ജില്ലയായിട്ട് സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് കേരളം തന്നെയാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അല്ലേ. രാജ്യത്ത് ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം? നമ്മൾ പഠിച്ചതാണ്. തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരളം, പഞ്ചാബ്. ഏതായിരിക്കാം? കേരളം തന്നെയാണ് അല്ലേ. ഏതാണത്? കേരളം തന്നെയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കേരളം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമായിട്ട് എന്ത് ചെയ്തത് മാറിയിട്ടുണ്ടായിരുന്നത്. ഇതാണത് കേരളം അല്ലേ. അതുപോലെ കണക്കുകൾ പറയുന്നത് 2051 ആകുമ്പോഴത്തേന് കേരളത്തിലെ ആളുകളുടെ വയസ്സ് എന്ന് പറയുന്നത് 10 വയസ്സ് അധികം കൂടുക എന്നുള്ളതാണ്. ഓക്കെ, 10 വയസ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 വയസ്സും കൂടെ എന്ത് ചെയ്യും നമുക്ക് കൂട്ടി കിട്ടും എന്നുള്ളതാണ് ആയുർദൈർഘ്യം. കാരണം ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം, അതേപോലെ തന്നെ ആരോഗ്യം മറ്റു കാര്യങ്ങളിലൊക്കെ ചെലുത്തുന്ന നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഭക്ഷണ രീതികൾ, അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യരംഗം തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ, ആരോഗ്യത്തിനുള്ള സംവിധാനങ്ങൾ നമ്മളത് അയക്കുന്നതാണ് കേരളത്തിലുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എന്ത് ചെയ്യുന്നതിനെ മുന്നിട്ട് നിർത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് കണക്കുകൾ പറയുന്നത് ഏകദേശം 2051 കൂടി തന്നെ 10 വയസ്സ് അധികം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൂടുക എന്നുള്ളതാണ്. ആയുർദൈർഘ്യം ആവറേജിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യും ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ പുരുഷന്മാരുടെ ആകെ ആയുസ് 70 നിന്ന് 80 ഉയരുകയും സ്ത്രീകളുടെ 75.9 എന്ന് പറയുന്നത് 85.9 ആക്കി എന്ത് ചെയ്യും ഉയരുമെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് സ്ത്രീകളുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക അത് കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഓക്കെ, അതല്ല ഈ പറയുന്ന 2023 ഈ പറയുന്ന പോവർട്ടി ഇൻഡെക്സ് പ്രകാരം പോവർട്ടി ഇൻഡെക്സിൽ ഏറ്റവും താഴെ കാണപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആയിരുന്നു അല്ലേ. മാൽന്യൂട്രീഷനും ഹെൽത്ത് കെയറും എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതേപോലെ തന്നെ സാനിറ്റൈസേഷൻ, ഹെൽത്ത് കെയറും, അതേപോലെ തന്നെ ഈ പറഞ്ഞ അഡോളസൻസ് ആയിട്ടുള്ള ആളുകളുടെ ഈ പറയുന്ന രീതിയിലുള്ള മരണം, അതേപോലെ അവർക്ക് ഫുഡ് ഉണ്ടോ, അവർക്ക് ഈ പറയുന്ന ബാങ്ക് അങ്ങനെ സംവിധാനങ്ങൾ വല്ലതും ഉണ്ടോ, സോറി ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടോ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ പറയുന്ന നീതി ആയോഗിന്റെ കീഴിൽ ഒരു പഠനം നടത്തിയതിൽ ഏറ്റവും പോവർട്ടി ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ 2023 ഏറ്റവും പിന്നിലുണ്ടായിരുന്നത് ബീഹാർ ആയിരുന്നു. അതുകൊണ്ട് നീ ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. മുൻവർഷ ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത് നോക്കാം. 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ. 2026
ജനുവരിയിൽ പ്രായപൂർത്തിയാക്കാനുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസ്സാക്കിയിട്ടുള്ള അറബ് രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഇതാണത് സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈത്ത്. ഏതായിരിക്കാം? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് അല്ലെ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, UAE ആണ്. പറയുന്ന സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ലൈസൻസ് മറ്റു കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇച്ചിരി പുരോഗമന രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു രാജ്യവും കൂടിയാണ് UAE എന്ന് പറയുന്നത് അല്ലേ. വലിയൊരു വെൽത്തി നേഷനും കൂടിയാണ് UAE എന്ന് പറയുന്നത് അല്ലേ. ശരിയല്ലേ? 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസ്സാക്കിയ അറബ് രാജ്യം അത് UAE ആണ് അല്ലേ. അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയിലും 21 എന്ന് പറയുന്നത് 18 വയസ്സായിട്ട് ഈ പറഞ്ഞ വോട്ടിംഗ് ഏജ് അല്ലേ. വോട്ടിങ്ങിനുള്ള പ്രായം 21 നിന്നും 18 എന്ത് ചെയ്തു കുറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 21 നിന്നും 18 എന്ത് ചെയ്തു ഈ പറയുന്ന വോട്ടിംഗ് പ്രായം കുറച്ചിട്ടുണ്ടായിരുന്നു. 8th അമെൻമെന്റ് 61st അമെൻമെന്റ് ഓഫ് 1988 പ്രകാരം അല്ലേ. ശരിയല്ലേ? ഓർത്തിരിക്കുക. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന വരാൻ പോകുന്ന LDCക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ വരാൻ പോകുന്ന LDCക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ മിഷൻ LDC 2027 പുതിയ ബാച്ചിലൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി മോക്ക് ടെസ്റ്റും സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസും സ്പെഷ്യൽ ടോപ്പിക് സെഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും സ്പെഷ്യൽ റിവിഷൻ സെഷൻസും മോട്ടിവേഷൻ സെഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം 2027 LDC നടക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ പഠിച്ച സ്റ്റഡി പ്ലാനോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷനാണ് LDC എന്ന് പറയുന്നത്. ക്ലാസ് വൈഡ് സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ ഒരുപാടുണ്ട് അല്ലേ. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൊണ്ട് അത് കഴിഞ്ഞെന്ന് വരില്ല. ചില ആളുകൾക്ക് എങ്ങനെ പഠിക്കണമെന്നോ എവിടുന്ന് പഠിച്ചു തുടങ്ങണമെന്നോ അറിയാത്ത ഒരുപാട് ആളുകൾ കാണും. ഈ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന LDC ചിലപ്പം വളരെ ചെറിയ മാർക്കിൽ പോലും വിട്ടുപോയിട്ടുള്ള സുഹൃത്തുക്കൾ കാണും. അപ്പോൾ അവർക്കെല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മൾ മിഷൻ LDC 2027 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AZB അക്കാഡമിയിലെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പും പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുകളോട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചൊക്കെ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആർക്കെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലഭ്യമാകുന്നതാണ്. തൊട്ടതായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടൊക്കെ എന്ത് ചെയ്യും അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കരണവുമായി സഹകരണ മേഖലയിലെ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലേ. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായി സഹകരണ മേഖലയിലെ പുതിയ വായ്പാ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, കേരളം. ഏതായിരിക്കാം? കേരളം തന്നെയാണ് അല്ലേ. ഞാനത് കേരളം തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് മറ്റൊന്ന് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയായിരിക്കും കേരളത്തിലെ 13 ജില്ലകളിലെ പ്രധാനപ്പെട്ട ജില്ലാ ബാങ്ക് ഈ പറയുന്ന സഹകരണ ബാങ്കുകളെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കേരള ബാങ്ക് ആക്കി മാറ്റുകയും അതിന് വലിയ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോകാൻ ഒക്കെ ഈ പറഞ്ഞ കേരള ബാങ്കിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ രീതിയിൽ പരിഷ്കരണവുമായിട്ട് സഹകരണ മേഖലയിലെ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളമാണെന്ന് എന്ത് ഓർത്തിരിക്കുക. ഇതാണത് കേരളമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞു. ഏകദേശം ഈ പറയുന്ന കേരളത്തിൽ 13ഓളം വരുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരള ബാങ്കിൻ്റെ ഒറ്റ കൺസെപ്റ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ട് എന്ത് ഓർത്തിരിക്കണേ. അടുത്ത് നോക്കാം. തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യത്തെ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ചരിത്രമാണ് അല്ലേ. അപ്പൊ അതില് ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായ ഡിജിറ്റൽ മ്യൂസിയം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നോക്കിയേ. ശംഖുമുഖം കൊട്ടാരം, കനകക്കുന്ന് കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം, പത്മനാഭപുരം കൊട്ടാരം അല്ലേ. ഏതായിരിക്കാം? ഇതാണ് കനകക്കുന്ന് കൊട്ടാരമാണ് അല്ലേ. തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. പറയുന്ന ഒരു ചുവന്ന ഒരു കേരള
ഒരു കൊളോണിയൽ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ശ്രീമൂലം തിരുനാളിന്റെ സമയത്ത് അല്ലേ ശ്രീമൂലം തിരുനാളിന്റെ സമയത്ത് അല്ലെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊട്ടാരം കൂടിയാണ് ഈ പറഞ്ഞ കനകക്കുന്ന് കൊട്ടാരം എന്ന് പറയുന്നത്. ആ കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്ന ഡിജിറ്റൽ മ്യൂസിയം എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ഡിജിറ്റൽ മ്യൂസിയം വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? പണ്ടൊക്കെ ദർബാർ ഹാളൊക്കെ ആയിരുന്നു അത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്നാണത് ശ്രീമൂലം തിരുനാളാണ് ചെയ്യുന്നത് കനകക്കുന്ന് കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. അതിലാണ് ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ഡിജിറ്റൽ മ്യൂസിയം വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള കൊട്ടാരം പത്മനാഭപുരം പാലസ് എന്നൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പാലസ് പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത് അല്ലേ? ശരിയാണല്ലോ. നമുക്ക് അടുത്ത് നോക്കിയാലോ. പത്മനാഭപുരം പാലസിന് മറ്റു പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലേ? ഈ പറയുന്ന തടി കൊണ്ടൊക്കെ നിർമ്മിച്ചതിലൊക്കെ വളരെ പ്രശസ്തമായ ഒരു ഒരു കൊട്ടാരം കൂടിയാണ് പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത്. പത്മനാഭപുരം പാലസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആണികളൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന തടികളുടെ ഒരു ലോക്കിംഗ് സ്ട്രക്ചറാണ് അതിന്റെ പ്രത്യേകത, പത്മനാഭപുരം പാലസിന്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത് നോക്കാം. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണെന്നുള്ളതാണ് അല്ലെ? ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണെന്നുള്ളതാണ്. ASEAN, നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, G20. ഇതറിയാം, ഇത് യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് അല്ലേ? യൂറോപ്യൻ യൂണിയൻ തന്നെയാണിത്. ഇപ്പൊ 2026 കൂടി തന്നെ എന്ത് ചെയ്യും നിലവിൽ വരുമെന്നാണ് എന്ത് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1993 നെതർലാൻഡിലെ മാസ്ട്രിക്റ്റ് ട്രീറ്റി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ വന്നിട്ടുണ്ടായിരുന്നത്. അവസാനമായിട്ട് ജോയിൻ ചെയ്യുന്ന രാജ്യം 2013 ക്രൊയേഷ്യയാണ് അല്ലേ? അടുത്തിട്ട് ബെലാറസ് അല്ലേ പറയുന്ന അവരുടെ ലെവ് എന്ന് പറയുന്നവർ കറൻസി മാറ്റിയ ശേഷം യൂറോയിലേക്ക് മാറി യൂറോസോണിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായിട്ട് അല്ലേ ബെലാറസ് അല്ല ബൾഗേറിയ ഓക്കെ, ബൾഗേറിയാണ് ലെവിൽ നിന്നും യൂറോയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ചോദിച്ചാൽ അത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക, യൂറോപ്യൻ യൂണിയൻ ആണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു 1993 ഈ പറയുന്ന മാസ്ട്രിക്റ്റ് ട്രീറ്റി പ്രകാരം നെതർലൻഡിലാണ് എന്ത് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമാകുന്നത് അല്ലേ? അതുപോലെ അവസാനമായിട്ട് ജോയിൻ ചെയ്ത രാജ്യം ക്രൊയേഷ്യയാണ്. അതേപോലെ തന്നെ പറയുന്ന ഈ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം വിളിക്കുന്ന പറയുന്നത് യൂറോസോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ബൾഗേറിയ അവരുടെ ലെവ് എന്ന് പറയുന്ന കറൻസി മാറ്റിയ ശേഷം അവർ ഓൾറെഡി യൂറോപ്പിയുടെ ഭാഗമായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു യൂറോയിലേക്ക് മാറി യൂറോസോണിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു അല്ലേ? പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേര് എന്താണെന്നുള്ളതായിരുന്നു. RV, കാത്രീന, എസ്ട്ര, ഐറിസ് എന്നുള്ളതാണ്. ഇതായിരിക്കാം നമ്മളത് പറഞ്ഞു. ഈ പറയുന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ എസ്ട്ര സിനിമ മാത്രം ഓർത്തിരുന്നാൽ മതി എന്നുള്ളത് അല്ലേ? അപ്പോൾ പറഞ്ഞു ഏതാണ് ഉത്തരം വരുന്നത്? എസ്ട്രയാണ് ഉത്തരം വരുന്നത് അല്ലേ? എസ്ട്രയാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടഫേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലേ? പറയുന്ന പുള്ളി ഒരു അത്യാവശ്യം സയന്റിസ്റ്റ് ആണ് അല്ലേ? പുള്ളി സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പം പുള്ളി പറയുന്ന രീതിയിൽ ഒരു വൈദേശികമായ രീതിയിലാണ് പുള്ളി വരുന്നത്. ഈ പറഞ്ഞ അറ്റയർ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഈ പറയുന്ന US വീശിയടിച്ച ശീത കൊടുങ്കാറ്റിന്റെ പേര് എസ്ട്ര എന്നുള്ളതാണ് കേട്ടോ, എസ്ട്ര. ഓക്കെ, അടുത്തത് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആരംഭിക്കുന്ന റൂട്ട് ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ? രാജ്യത്തെ തന്നെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആരംഭിക്കുന്ന റൂട്ട് ഏതാണെന്നുള്ളതാണ്. ഡൽഹി വാരണാസി, മുംബൈ അഹമ്മദാബാദ്, ചെന്നൈ ബംഗളൂരു, കൊൽക്കത്ത ഗുവാഹത്തി. ഇതാണ് കൊൽക്കത്ത ഗുവാഹത്തിയാണ് അല്ലേ? എന്നാണത് കൊൽക്കത്ത ഗുവാഹത്തിയാണ് അല്ലെ? കൊൽക്കത്ത ഗുവാഹത്തിയിലാണ് എന്ത് ചെയ്യുന്നത് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് മുംബൈ ടു താനെയാണ് അല്ലേ? അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആരംഭിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് കൊൽക്കത്ത ഗുവാഹത്തിയാണ്, കൊൽക്കത്ത ഗുവാഹത്തി. ഓക്കെ, അടുത്തത് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് അല്ലെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് എന്നുള്ളതായിരുന്നു. ഇതാണ് സഖി, ഉജ്ജ്വല, കനല്, ശക്തി. സഖി, ഉജ്ജ്വല, കനല്, ശക്തി. ഏതായിരിക്കാം ഓർത്ത് നോക്കി ഏതായിരിക്കാം? കനൽ എന്നുള്ളതാണ് അല്ലെ? നമ്മളത് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം, അവർ കനലായി ഇരിക്കുകയാണ് അവരുടെ ഉള്ളെന്ന് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കനൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോറി, കനൽ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ പദ്ധതിയുടെ പേര്, കനല്. ഓക്കെ,
സ്ത്രീ ശാക്തീകരണം, സുരക്ഷ, കനല്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്ന വേദി ഏതാണ്, അല്ലെങ്കിൽ നടക്കുന്ന വേദി ഏതാണെന്നുള്ളതാണ് അല്ലേ. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കുന്ന വേദി ഏതാണെന്നുള്ളതാണ്. ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. ഏതറിയാം ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത്? ഛത്തീസ്ഗഡ് ആണ് അല്ലേ, ഛത്തീസ്ഗഡ് ആണ്. അതിൻ്റെ നമ്മൾ പറഞ്ഞ മസ്കട്ട് എന്ന് പറയുന്നത് മോർവിയർ എന്നുള്ളതായിരുന്നു. മോർവിയർ എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കുന്നത്. 7 ഐറ്റം എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ് ആണ്. അതിന് മസ്കട്ട് എന്ന് പറയുന്നത് ബിലാസ്പൂരാണെന്ന് തോന്നുന്നു അല്ലേ, ബിലാസ്പൂരിലാണ് തുടക്കം കുറിക്കുന്നത്. അല്ലെ മസ്കട്ട് എന്ന് പറയുന്നത് മോർവിയർ ആണ് അല്ലേ, ആണത് മോർവിയർ. ഓക്കെ, അടുത്ത് നോക്കിയാലോ. 100,000-ലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സിന്റെ പേരെന്താണെന്നുള്ളതാണ്. അഗ്നി, ഗരുഡ്, ഭൈരവ്, ശക്തി. ഏതായിരിക്കാം? ഭൈരവ് എന്നുള്ളതാണ് അല്ലേ, എന്താണത് ഭൈരവ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമാണ് ഈ ഭൈരവിനൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പാരാസഫ്, നിഞ്ച, CRPFന്റെ നിഞ്ച, ആർമിയുടെ പാരാസഫ്, മാർക്കോസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേവിയുടെ സ്പെഷ്യൽ പാരാ കമാൻഡോ ഫോഴ്സ്, ഗരുഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ പാരാ കമാൻഡോ ഫോഴ്സ്, കട്ടക് ഫോഴ്സ്, രാഷ്ട്രീയ റൈഫിൾസ് എന്നറിയപ്പെടുന്ന ആർമിയുടെ ഇത് പ്രത്യേകം ഈ പറഞ്ഞ കൗണ്ടർ ടെററിസം വിങ് അല്ലേ. അപ്പം അതേപോലെ ഒന്നാണ് ഈ പറഞ്ഞ ഭൈരവ് എന്ന് പറയുന്നത് അല്ലേ. എന്താണത് ഭൈരവ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇതിന് ഉത്തരം നിങ്ങളാണ് നൽകേണ്ടത്. 2025 IUCNന്റെ ഔദ്യോഗികമായ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച പക്ഷി ഏതാണെന്നുള്ളതാണ് അല്ലേ. IUCNന്റെ ഔദ്യോഗികമായി വംശനാശം സംഭവിച്ച അല്ലെങ്കിൽ സ്ഥിരീകരിച്ച പക്ഷി ഏതാണെന്നുള്ളതാണ്. ഡോഡോ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, സെൻട്രൽ സ്ലൈൻഡർ ബിൽഡ് കർലു, പാസഞ്ചർ പീജിയാണ്. അതായിരിക്കാം അതിനകത്ത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നമ്മൾ പറയാം. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഇപ്പോഴും വംശനാശം സംഭവിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്താണ്. റെഡ് ഡേറ്റ ലിസ്റ്റും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 സോണുകളുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ 4 സെക്ഷൻസ് ഉണ്ട്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, അതേപോലെ തന്നെ വൾണറബിൾ, അതേപോലെ തന്നെ ലീസ്റ്റ് കൺസേൺ എന്ന് പറയുന്ന 4ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അതിനകത്ത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഒരു ഹാബിറ്റാറ്റൊക്കെ എന്ത് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നതാണ് കാരണം എന്ന് പറയുന്നത്. ബാക്കി 3 നോക്കുക. ബാക്കി 3-ാമത്താണ് ഉത്തരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡോഡോ എന്ന് പറയുന്നത് മൗറീഷ്യസ് ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഡോഡോ മൗറീഷ്യസ് ആണ്. പാസഞ്ചർ പീജിയൻ ഈ പറയുന്ന നോർത്ത് അമേരിക്കയാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്ലൈഡർ ബിൽഡ് കർലു സൈബീരിയൻ, മിഡിൽ ഈസ്റ്റ് തമ്മിൽ ഈ പറയുന്ന ദേശമാണ് നടത്തുന്ന ഒരു പക്ഷിയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾ താഴെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും മിഷൻ LDC പറയുന്ന LDC കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ മിഷൻ LDC ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക പഠനം തുടങ്ങുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് വിശ്വസിക്കുകയാണ്. നിങ്ങളെ വിലയേറിയ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ തൊട്ട് പോയി പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. ബൈ.